നമസ്കാരം. പിണറായിക്ക് ശനിദശ മാറി കണ്ടകശനിയായി മാറിയിരിക്കുകയാണ്. ശനിദശ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ബുദ്ധിമുട്ടിച്ച് എവിടെ നോക്കിയാലും കുഴപ്പമാണ്. കണ്ടകശനി എല്ലാ സ്ഥലത്തും ലോക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ പണി തുടങ്ങിയ ശേഷം പിണറായിക്ക് ഇരിക്കപ്പുറതിയില്ല. രാത്രി കഠിനമായ സ്വപ്നങ്ങൾ കണ്ട്, ഭീകരമായ സ്വപ്നങ്ങൾ കണ്ട് നിലവിളിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് വന്നത്. അതിന് ഹോമകുണ്ഡത്തിലുള്ള ഹോമകുണ്ഡത്തിൽ വലിയ തോതിലുള്ള പൂജാരികളെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തിയിട്ടും അത് ദിവസേന വർദ്ധിച്ച് വരികയാണ് ഓരോ പ്രശ്നങ്ങൾ. ഇപ്പം അദ്ദേഹത്തിന് നിക്കക്കളിയില്ലാത്ത സമയത്ത് ഒരു ഇരുട്ടടി മാതിരി ഇപ്പോൾ ഉള്ളത് ആൻ്റണി രാജുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വലിയ സംഭവം വന്നിരിക്കുകയാണ്. ആൻ്റണി രാജു കുറ്റക്കാരനാണ് തെളിഞ്ഞിരിക്കുകയാണ്. ജട്ടി മോഷ്ടിച്ച കാര്യത്തിൽ ആൻ്റണി രാജുവിനെ ശിക്ഷ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം CJI കോടതിയാണ് 19 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് കേസ് എന്നുള്ളതിന് കൃത്യമായി നമ്മളോട് PC ജോർജ് പറയും. PC ജോർജ് പറഞ്ഞിട്ട് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. അയ്യോ, 6 വകുപ്പുകളിൽ അദ്ദേഹം കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ശിക്ഷ പറഞ്ഞു. ഇപ്പൊ ശിക്ഷ പറയാൻ പോവാണ്. ജീവപര്യന്തം ശിക്ഷയുണ്ടെന്ന് ഇതിനെ പറയുന്നത്. ഞാൻ പക്ഷെ ജീവപര്യന്തം വരുന്ന ഒന്നും കാണുന്നില്ല, പക്ഷെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കോടതിയുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ നേരെ ജയിലിലേക്ക് മാറ്റും. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? താങ്കൾ നേരത്തെയാണ് ഈ കാര്യത്തിൽ ആദ്യം പ്രതികരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് PC ജോർജ് ആണ്. എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? പക്ഷെ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം, 18 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ 18 വർഷത്തേക്ക് ഇപ്പം തെളിവെടുത്ത് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്നതിനോട് എനിക്ക് അനുഭവം ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. നിയമപരമായ ഒരു പ്രശ്നമാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടുന്നത്. അത് 18 കൊല്ലം കാത്തിരിക്കണം അതിന്. അതുകൊണ്ട് ഇപ്പം ശിക്ഷിക്കുന്ന നടപടി എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം. ഓക്കെ, എന്തായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം? അദ്ദേഹം കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിദേശ പൗരൻ ഇവിടെ വന്ന് അയാളെ ഈ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് MDMA ഉൾപ്പെടെയുള്ള ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. അപ്പോ അത് ആ വിദേശ പൗരന്റെ അണ്ടർവെയറും തെളിവായി കോടതി ഹാജരാക്കിയിരുന്നു. മനസ്സിലായില്ലേ? കേസിന്റെ വിസ്താര ആലോചന നടക്കുന്ന സമയത്ത് പ്രതിയുടെ വക്കീൽ ആന്റണി രാജുവായിരുന്നു. വളരെ ജൂനിയർ വക്കീലല്ലേ. ആ വക്കീൽ എന്ന നിലയിൽ ഈ 20 മുതൽ കാണണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. ബെഞ്ച് ക്ലാർക്ക് അത് കോടതി ഓർഡർ കാണാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചു എന്ന് പറയുന്നത് ശരിയോ തെറ്റൊന്നും അറിയില്ല. ആ അണ്ടർവെയർ മുറിച്ച് ഇയാൾക്ക് കൊള്ളുകയില്ലാത്ത രീതിയിലാക്കി തയ്ച്ച് തിരിച്ചു വെച്ചു. അപ്പോ കോടതി വിസ്താരം തുടങ്ങിയപ്പം ആന്റണി രാജു അണ്ടർവെയർ കാണട്ടെ എന്ന് പറഞ്ഞു എടുത്തു നോക്കിയപ്പം ഈ മനുഷ്യൻ ഇടാൻ കൊള്ളുന്ന സാധനമല്ലത്. അപ്പൊ തന്നെ അയാള് വിദേശ പൗരനെ വെറുതെ വിട്ടു. ഇവൻ പ്ലെയിൻ കയറി അവന്റെ രാജ്യത്തെത്തി. ഇത് കഴിഞ്ഞ് ഇത് പുറത്തു വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് അവൻ ആ വിദേശ പൗരൻ വീണ്ടും ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഡെൻമാർക്ക് വന്നു. അവിടുത്തെ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ അവനെ ജയിലിൽ കിടക്കുമ്പോൾ ജയിലിലെ ഒരുത്തോട് പറഞ്ഞു, ഇതുപോലെ എന്നെ ഇന്ത്യയിലും പിടിച്ചതാ, കേരളത്തിൽ നിന്ന്. അവിടെ ഒരു ആളുണ്ട്, അങ്ങനെ കാശ് കൊടുത്തേച്ച് ഈ ഉടുപ്പ് നിക്കറ് ചെറുതാക്കി, അങ്ങനെ തെളിവില്ലാതാക്കി. അന്നേരം ഞാൻ സ്ഥലം വിട്ട് ഇവിടെ എത്തുകയല്ല, ഇപ്പൊ ഞാൻ കേരളത്തിൽ ജയിലിൽ കിടക്കേണ്ടവനാണെന്ന് ഇവൻ പറഞ്ഞു. ഇത് ഇവൻ പറയുന്നത് അവര് ടേപ്പ് ചെയ്തു. അത് പുറത്തെടുത്ത് അവർ ഇന്ത്യയിലേക്ക് അയച്ചു. അങ്ങനെ ഇന്ത്യയിൽ CBI അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അതിന്റെ പേരിൽ കേസെടുത്തു. അങ്ങനെയാണ് ഇപ്പൊ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് കേസുണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അവനും പോയി ആ വിദേശ പൗരനും പോയി എല്ലാം പോയി 18 കൊല്ലമായി. ഇനി ഈ കേസ് എന്താ പ്രസക്തി? ചുമ്മാ അല്ലെങ്കിൽ ഒരു 2-3 കൊല്ലത്തിനകം ആന്റണി രാജുവിനെ തൂക്കം വെച്ചാൽ പോലും ഞാൻ വീണ്ടും തരാം. ഇപ്പൊ അയാളെ ശിക്ഷിക്കുന്നതിനകത്ത് ഒരു മാന്യതയില്ലെന്ന് എന്റെ ഒരു അഭിപ്രായം. ഇവിടെ മന്ത്രിയായിട്ടിരുന്ന ആളാണ്. മന്ത്രി എന്നതിന് വളരെ മാന്യമായ പെരുമാറ്റം, ആർക്കും എതിർപ്പില്ല. അവിടെയുള്ള ജനങ്ങൾക്ക് അയാളെ ഇഷ്ടമാണ്. ആ നിലയ്ക്ക് ആന്റണി രാജുവിനെ ശിക്ഷിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല. എന്റെ അഭിപ്രായം വ്യക്തമായി. എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്ന് പറയും. ഇതാണ് എന്റെ അഭിപ്രായം. അല്ല, ഒരു കുറ്റകൃത്യം ചെയ്താൽ അത് ഏത് കാലത്താണ് ഒരു കാലത്ത് തെളിഞ്ഞില്ലേ മറ്റൊരു കാലത്ത് തെളിഞ്ഞാൽ അത് കുറ്റകൃത്യം തന്നെ അല്ലേ? അതിനകത്ത് ഒരു സംശയമല്ല. ഒരു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ഒരു കേസ് കിടക്കുമ്പോൾ കേസ് അന്വേഷണത്തിൽ കോടതി വിസ്തരിച്ച് വെറുതെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ശിക്ഷയില്ല.
അല്ല, പല കേസുകളിലും ശരിയല്ലാത്ത പ്രതികളെ ജയിലിലാക്കുകയും പിന്നീട് അവരെല്ലാം തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കി യഥാർത്ഥ പ്രതികളെ പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള അപാകതയാണ്. അല്ല നിയമ സംവിധാനം മാറ്റുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അതിനായി കുറ്റക്കാരനാണ് ശിക്ഷിക്കട്ടെ, പക്ഷെ അത് ഒരു 18 കൊല്ലം കഴിഞ്ഞാണോ ശിക്ഷിക്കുന്നത്? അല്ല, 18 വർഷം കഴിയുമ്പോൾ തെളിയിക്കുമ്പോ അത് അതിൽ ചെയ്ത എന്തുകൊണ്ട് തെളിയിച്ചില്ല? പ്രോസിക്യൂഷൻ കുഴപ്പമല്ലേ? അല്ല, ഈ 1 കൊല്ലം കൊണ്ടോ 6 മാസം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ശിക്ഷ തെളിയിക്കാൻ കഴിയാത്ത കാര്യം 18 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും മറന്നു കിടക്കുമ്പം ഒരു പ്രത്യേക കേസുമായിട്ട് വന്ന് ആരോർക്കാനാ? ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ വർഷങ്ങൾക്ക് ശേഷം 1996, 97 കാലഘട്ടത്തിലുള്ള കേസല്ലേ സുപ്രീം കോടതി കിടക്കുന്നത്. അത് ഇപ്പൊ ഡിസ്ചാർജ് പെറ്റീഷൻ തള്ളിക്കളഞ്ഞാൽ പിണറായി വിജയൻ വിചാരണ നേരിടണ്ടേ? അതെ, അതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന. എത്ര പ്രാവശ്യം അത് മാറ്റിവെച്ചു ഇപ്പൊ സുപ്രീം കോടതി? 9.5 വർഷം കഴിഞ്ഞു, 80 തവണ മാറ്റിവെച്ചു. അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ മുഴുവനായി മാറ്റം വരുത്താൻ ചെയ്തിട്ടുണ്ടാണ്, അല്ലാതെ ശരിയാകുന്നില്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ട് ശിക്ഷിക്കരുത് എന്നാണ് PC ജോർജ് പറയുന്നത്. അതെ, അദ്ദേഹം ഇപ്പൊ അതിനുശേഷം നല്ല മനുഷ്യനായി എന്നാണ് അങ്ങ് പറയുന്നത്. അത് വളരെ മാന്യനായ വ്യക്തിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. കേട്ടല്ലോ, PC ജോർജ് വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം ചെയ്തത് കുറ്റം തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തെ ശിക്ഷിക്കരുത്, കുറേ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇത് ജുഡീഷ്യറി തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് PC ജോർജ് പറയുന്നത്. സത്യത്തിൽ ആന്റണി രാജു മന്ത്രി എന്ന നിലയിൽ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറിയ ഒരാളാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രൂപത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ച ആളാണ്. പക്ഷേ അദ്ദേഹം ഒരു തൊണ്ടി മുതൽ മോഷ്ടിച്ച് മറ്റൊന്നാക്കി മാറ്റി കേസിൽ അട്ടിമറി വിജയം നേടി അവസാനം ആ രക്ഷിച്ച ആളെ തന്നെ അവസാനം പ്രതി തന്നെ കുടുക്കി എന്നുള്ളതാണ് സത്യം. അതാണ് ഈ കാര്യത്തിൽ പലനാൾ കട്ട ആൾ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളത് സത്യമാണ്. ഇതുപോലെ പിണറായി വിജയനും ഉള്ള മുന്നറിയിപ്പാണ്. ഇതേപോലെ മോഷ്ടിച്ച് എവിടെയെങ്കിലും ഒരു തെളിവുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റേതാണ് അയ്യപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആന്റണി രാജു ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം ശിക്ഷിക്കപ്പെടുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ വിധിക്കും. പണ്ടുണ്ടായ കോടതിക്കുള്ളിലുള്ള സംഭവമാണ് മോഷ്ടിച്ചത്. 464 മാത്രമല്ല, 471, 74 വകുപ്പുകളൊക്കെ പെടുമ്പം ചിലപ്പം 10 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം, കുറച്ച് സമയത്തുള്ള അതിൻ്റെ ഫുൾ വിധി വരും. എന്തായാലും PC ജോർജ് വളരെ വ്യക്തമായി എന്താണ് നടന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബ്രീഫായി പറഞ്ഞിട്ടുണ്ട്. അതാണ് സത്യം. പക്ഷേ അതിന് മുമ്പ് നെക്സലൈറ്റ് വർഗീസിനെ വെടിവെച്ച് കൊന്ന കേസിൽ വർഷങ്ങൾക്ക് ശേഷമാണ് രാമേന്ദ്രൻ എന്ന പോലീസുകാരൻ സ്വയം കുറ്റം സമ്മതം നടത്തി. ഇതാണ് നടന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നീട് കുറ്റബോധമുണ്ടായി. ഇതേപോലെ അദ്ദേഹം എല്ലാം വെളിപ്പെടുത്തുകയുണ്ടായി. ആ വെളിപ്പെടുത്തലിന് ശേഷമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മണയെ കേസിൽ ശിക്ഷിച്ചത്. അതായത് വർഗീസിനെ വെടിവെച്ച് കൊന്നതാണ്, കെട്ടിട്ട് വെടിവെച്ച് കൊന്നതാണ് നക്സലൈറ്റ് വർഗീസിനെ എന്ന് പറയുന്ന കാര്യം പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതേപോലെ തന്നെ പല സംഭവങ്ങളും പുറത്തു വരുന്നുണ്ട്. കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയെയും കുടുംബത്തെയും കൊന്നതാണ്, കുട്ടിയെ ബലാത്സംഗം ചെയ്തതാണെന്ന് പറയുന്നൊരു കത്ത് എനിക്ക് വന്നിരുന്നു. അതിൻ്റെ അഫിഡവിറ്റ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോട്ടയം പോലീസ് സൂപ്രണ്ട് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ സഹായത്തോടെ ശ്രീമതി ടീച്ചറുടെ മകനായിരുന്നു അതിന് പോയിരുന്നത് ഇത്തരം കാര്യങ്ങൾക്ക്. ആ കുട്ടിയെ റേപ്പ് ചെയ്ത അവസാനം അവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്താണ്. അതിൻ്റെ CBI തന്നെ ആ കേസ് അട്ടിമറിച്ചു. എന്ത് ചെയ്യാൻ പറ്റും, അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന കഥയാണ് SP നന്ദകുമാരൻ എന്ന് പറയുന്ന പരമദണ്ഡി കോടതിയിൽ കൊടുത്തിട്ടുള്ള കോടതി കംപ്ലീറ്റ് ഷെയിം ടു CBI എന്നാണ് ആ ഉദ്യോഗസ്ഥനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ഇന്ന് എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോയാലും അത് നാളെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ദിലീപിൻ്റെ കേസിലും ഇതുപോലെയൊക്കെ പല ടെസ്റ്റുകളും വരാം. മാർട്ടിൻ വെളിപ്പെടുത്തിയത് ലാലും അതേപോലെ മഞ്ജു വാര്യരും അതേപോലെ അതിഥി ജീവിതയും കൂടി ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ്, ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ് നടിയെ പീഡിപ്പിച്ച കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പല ടെസ്റ്റുകളും ഉണ്ടാകാം. കോടതിക്കുള്ളിൽ തെളിവുകൾ സൃഷ്ടിക്കാനും കഴിയും. ആ വ്യാജമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്യും. അതൊക്കെ ഇതങ്ങനെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഒരു കാലത്ത് രക്ഷപ്പെട്ട കേസിൽ നിന്ന് പിന്നീട് പ്രതി രക്ഷപ്പെട്ടു പോയി, അവസാനം അതിൽ രക്ഷപ്പെടുത്തിയ ആൾ ഇപ്പോൾ കുടുങ്ങി എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.